ബി&ജി ഇന്റീരിയേഴ്സ് ചെയ്ത ഒരു ബെസ്റ്റ് വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ക്ലയന്റിനാണെങ്കിലും വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ റിസൾട്ട് വന്ന ടൈമിൽ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു വർക്ക്. ഓ പറയാം. മലപ്പുറം ജില്ലയിലെ തിരൂര് എന്ന സ്ഥലത്ത് മിസ്റ്റർ റജുൽ സാറുടെ ഒരു വീട് നമ്മുടെ അടുത്ത് വന്നു. റിനോവേഷൻ പ്രൊജക്റ്റായിട്ടാണ് വന്നത്. അപ്പോൾ അവർ അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഇനാഗ്രേഷൻ അവർ ഫംഗ്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമയത്തിൻ്റെ ഉള്ളിൽ തീരണം. ഇത് അറിയാലോ, റിനോവേഷൻ പ്രൊജക്റ്റ് ആകുമ്പോൾ അതിൻ്റെ സിവിൽ വർക്കൊന്നും നമ്മളല്ല, അത് അവിടെ തന്നെയുള്ള ടീമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ടീം ഇതിലുള്ള ആൾക്കാരെ ചെയ്യണം. അപ്പോൾ റിനോവേഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊജക്റ്റ് നീളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അത് നീണ്ടു വന്നു. അപ്പോൾ അവർ വിചാരിച്ചു നമ്മൾ പോയി കണ്ടതിന് ശേഷം അതിന് ഡിസൈനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണമല്ലോ. അവർ ശരിക്കും രൂപരേഖയായി വരുന്നേ ഉള്ളൂ. ആ സ്ഥലം മാറ്റി തീർത്ത് നമുക്ക് ആ ഒരു ചുമരെല്ലായിടത്തും വാളെല്ലായിടത്തും വന്ന് ഫ്ലോറിംഗ് ഒക്കെ റെഡി ആവണ്ട. അതിന് ശേഷമല്ലേ നമുക്കൊരു ഡിസൈൻ കൺസെപ്റ്റ് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നേരത്തിൽ എല്ലാം ടൈം വൈകിയതുകൊണ്ട് അവർ വിചാരിച്ചു, ഈ റജുൽ സാർ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫ്ലോറിംഗ് ആയിട്ടല്ലേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ നമുക്ക് ആ സമയം കണ്ട് എന്നെ വിളിക്കാം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തു. അവസാനം ടൈമെല്ലാം കയ്യിൽ നിന്ന് പോയി. അവസാനം ഞാൻ ചെന്ന് നോക്കുമ്പോഴുള്ള സീൻ എന്താണെന്ന് വെച്ചാൽ ഫ്ലോറിങ്ങിന് ലെവൽ മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ സാറോട് പറഞ്ഞു പേടിക്കണ്ട, നമ്മുടെ ടീം ചെന്നു, ഞാൻ സൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് അവർ പറഞ്ഞ റിക്വയർമെൻറ്റ്, അതായത് ഏരിയ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് എൻ്റെ പെൻസിൽ സ്കെച്ച് ചെയ്ത് കൊടുത്തു. സാധാരണ ഇപ്പോഴത്തെ ഒരു സമയത്ത്, പണ്ട് അത് ഓക്കെ, ഒരു ആർക്കിടെക്ചർ ഡ്രോയിങ് ഉണ്ടെങ്കിൽ ആളുകൾക്ക് 2D ആണ് കാണാൻ പറ്റുക, പ്ലാനും 2D കൊടുക്കുക. 3D അന്ന് വളരെ റയറാണ്. കുറേ മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് നമ്മൾ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഡിസൈനർ എന്താണോ തീരുമാനിക്കുന്നത് അത് വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഇന്ന് നമുക്ക് എല്ലാ സിസ്റ്റം കൊണ്ട് 3D ആയിട്ട് തന്നെ ആദ്യം കാണാൻ പറ്റും. അവർ ആ 3D പ്രതീക്ഷിച്ചിട്ടാണ് ഇതിനെല്ലാം ആ ഒരു 3D കണ്ട് അതൊക്കെ ഓക്കെ പറഞ്ഞതിന് ശേഷം തുടങ്ങി അവർക്ക് ഇത് ഒരു സംതൃപ്തിയാണല്ലോ. എന്തായാലും അതിനൊന്നും സമയം ഉണ്ടായില്ല. പക്ഷേ നമ്മൾ ആ പെൻസിൽ ഡ്രോയിങ് വെച്ചിട്ട് അവർ എന്ത് പറയുന്നോ അതെല്ലാം നോട്ട് ചെയ്തെടുത്തിട്ട് അതുപോലെ ചെയ്തു കൊടുത്തു. ആ പറഞ്ഞ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തു. ആ പ്രൊജക്റ്റ് അവർ വന്ന് കണ്ടിട്ട് ഇപ്പോഴും നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലേക്ക് വേറെ 2 അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ വർക്ക് റെഫറലും തന്നു. അങ്ങനെ ഉണ്ടായി.